നമ്മൾ വലിയൊരു സങ്കടത്തിലാണ് നമ്മുടെ കേരളം, ഇന്ത്യ തന്നെ പോണത്. ഇന്ത്യയിൽ ഇപ്പോൾ സാധാരണക്കാർക്കും പാവപ്പെട്ട ജനങ്ങൾക്കും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത വളരെ ദുരന്തമാണ് കാണുന്നത്. കേരളത്തിൽ ഒട്ടും കുറവല്ല അത്. നമ്മളിപ്പോൾ ഇന്ത്യയുടെ പല സ്റ്റേറ്റിൽ പോയാലും എല്ലാ സ്ഥലത്തും തെരുവ് നായ്ക്കൾ വിലസുന്നു. അതുപോലെ തന്നെ കുരങ്ങുകൾ. കേരളത്തിൽ മാത്രം കുരങ്ങുകൾ കുറവുണ്ട്, ബാക്കി എല്ലാ സ്റ്റേറ്റിലും കുരങ്ങുകളായി. അപ്പോൾ ഇവിടെ മൃഗങ്ങളുടെ ഒരു രാജ്യമായി മാറുകയാണ് നമ്മുടെ ഇന്ത്യ രാജ്യം. ഇതിനകത്തൊരു വലിയ വിഷയമുള്ളത്, ഇതിനെതിരെ ശബ്ദം ഉയർത്തുവാൻ എല്ലാവർക്കും താല്പര്യമുണ്ടെങ്കിലും ആരും തന്നെ രംഗത്ത് വരുന്നില്ല. നമ്മളിപ്പോൾ ഒരു സർവേ എടുക്കുകയാണെങ്കിൽ 99% ആൾക്കാരും പറയണത് തെരുവ് നായ്ക്കളെയും വന്യമൃഗങ്ങളെയും ജനവാസ കേന്ദ്രത്തിൽ നിന്ന് മാറ്റണം, അതിനുള്ള നിയമങ്ങൾ കൊണ്ടുവരണം എന്ന് എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ ഇത് സംഭവിക്കുന്നില്ല. അതിൻ്റെ കാരണം നമ്മൾ പഠിച്ചു വരുന്നത് ഇവർ രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരം തന്നെയാണ്. ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ് കുറ്റം പറയുന്നു. ഇന്ന് തന്നെ വാർത്തകളുണ്ട് അതിനെക്കുറിച്ച്. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പഴി ചാരുകയാണ്. ഇവിടെ ലോക്കല് കേരളത്തിലെ ആൾക്കാരാണെങ്കിലോ ഇവരും രാഷ്ട്രീയക്കാരും രംഗത്ത് വരുന്നില്ല. ഇപ്പോൾ SFI എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് സംഘടനയാണ്. അതുപോലെ തന്നെ KSU ഭയങ്കര വലിയ ശക്തിയുള്ള സംഘടനയാണ്. അതുപോലെ തന്നെ ABVP BJPയുടെ ഇവരൊക്കെ വലിയ സംഘടനകളാണ്. ഇപ്പം നമ്മൾ ഈ തെരുവുനായ വിഷയത്തിൽ എവിടെയെങ്കിലും ആരെങ്കിലും ആക്രമണം ചെയ്താൽ ഇവരാരും ഒരു റീത്ത് വയ്ക്കാൻ പോലും ഈ പാർട്ടിക്കാരും വരുന്നില്ല. അതേസമയം അല്ലാത്ത സമയങ്ങളിൽ ഇവർ വന്നിട്ട് അവിടെ ഭയങ്കര ആക്രമണം അഴിച്ചുകൂട്ടി ഭയങ്കര വിഷയം ഉണ്ടാക്കുന്നുണ്ട്. ഈ ഒരു പരിപാടിക്ക് ഇവരാരും രംഗത്ത് വരുന്നില്ല. അപ്പോൾ ഇതിനൊക്കെ നമ്മളൊരു എന്താ പറയുക, ഒരു സ്വതന്ത്ര ഒരു മുന്നേറ്റം എല്ലാവരും ഒരുമിച്ച് വരണം. ഞാൻ പറയണത്, ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇതാണ്: മുഖ്യമന്ത്രി ഒരു സർവകക്ഷി യോഗം വിളിക്കണം ഈ വിഷയത്തിൽ. തെരുവുനായ ആക്രമണത്തിനും വന്യമൃഗ ആക്രമണത്തിനെതിരെ മുഖ്യമന്ത്രി വളരെ പെട്ടെന്ന് അടിയന്തരമായി ഒരു സർവകക്ഷി യോഗം വിളിക്കണം. അത് വിളിച്ചാൽ മാത്രമേ ഇവിടെ രക്ഷപ്പെടുകയുള്ളൂ. കേരളത്തെ വളരെ എളുപ്പമാണ് മാതൃകയാക്കാനായിട്ട്. അതിനുള്ള സംവിധാനത്തിനുള്ള ആൾക്കാരിവിടെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ തന്നെ ഉദാഹരണത്തിന് ഇപ്പോൾ കൊച്ചൗ സാറിൻ്റെ കാര്യം പറഞ്ഞു. ഞങ്ങൾ പണ്ട് 2017 കൊച്ചൗ സാറും ഞാനും, എൻ്റെ പേര് ജോസ് മോഹൻ എന്നാണ്, ഞങ്ങൾ ആലുവയ്ക്ക് അടുത്ത് കൂവപ്പടി എന്നൊരു പഞ്ചായത്തിൽ ഇത് തുടക്കം കുറിച്ചതാണ്. അവിടെ ഞങ്ങളൊരു 2 ഏക്കർ സ്ഥലം വാടകയ്ക്ക് എടുത്ത് അവിടെ ഒരു പട്ടികൾക്ക് താമസിക്കാവുന്ന ഒരു 500 പട്ടികൾക്ക് താമസിക്കാവുന്ന ഒരു ഷെൽട്ടറെല്ലാം ഉണ്ടാക്കി ഞങ്ങളവിടെ അതിൻ്റെ ഉദ്ഘാടനം നടത്തിയപ്പോൾ പിറ്റേ ദിവസം ഈ നായസ്നേഹികൾ പറഞ്ഞ ഒരു കൂട്ടർ അവിടെ വന്നിട്ട് ഒച്ചപ്പാടുണ്ടാക്കി. കുറേ രാഷ്ട്രീയക്കാർ അവിടെ കൂടി. അങ്ങനെ ആ സംഭവം അവിടെ നിർത്തിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇതിനെല്ലാത്തിനും ഒരു പരിഹാരം കാണണമെങ്കിൽ സർക്കാർ അപ്പോൾ അതിന് സൈലൻ്റായി നിൽക്കുകയാണ്. സർക്കാർ പോലീസിനെ വിട്ട് ആ പരിപാടി അതിനോട് മാറ്റി നിർത്തുന്നു. ഇപ്പോൾ എൻ്റെ പേരിൽ 20ഓളം കേസുകളുണ്ട് തെരുവുനായകളെ കൊല്ലുവാൻ കൂട്ടുന്നതിൻ്റെ പേരിൽ. ഈ വർക്കലയിൽ തന്നെ കഴിഞ്ഞ 2018 ഒരു വലിയ സംഭവം. വർക്കലയിൽ ഒരു വയസ്സായ ഒരാളെ അയാളെ വീട്ടിൽ കയറി തെരുവുനായ കടിച്ച് കീറി കൊന്നു. മുഖക്ക് അതിൻ്റെ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. അത്രയ്ക്കും എന്താ പറയുക, ദാരുണമായൊരു സംഭവം. അതിനെതിരെ നമ്മൾ പ്രതികരിച്ചു. അവിടെ പോയി കുറേ പട്ടികളെ കൊല്ലാൻ നാട്ടുകാർ കൂടി കൊന്നു. എൻ്റെ പേരിൽ കേസായി. അങ്ങനെ നിരവധി കേസുകൾ എൻ്റെ പേരിലുണ്ട്. അപ്പോൾ സർക്കാർ ഇങ്ങനെ വീണ്ടും വിളിക്കും, പോലീസിനെ കൊണ്ട് കേസ് എടുപ്പിക്കുന്നു. ഇതൊരു നയം തെറ്റാണ്. അങ്ങനെ ആൾക്കാരൊക്കെ പേടിച്ചിരിക്കുകയാണ്. തെരുവുനായ്ക്കളെ നോക്കാൻ പാടില്ല, തൊടാൻ പാടില്ല, അവർ മാറ്റാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടൊക്കെ നിയമങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ ശക്തമായിട്ട് ഗവൺമെൻറ് ചെയ്യേണ്ടത് സർവകക്ഷി യോഗം വിളിക്കട്ടെ. അപ്പോൾ തന്നെ ആശയങ്ങൾ വരും. എൻ്റെയൊക്കെ മനസ്സിലുള്ള ആശയം എന്ന് പറയുന്നത്, തെരുവുനായ്ക്കളെ സുപ്രീം കോടതി നിയമം അനുസരിച്ച് കൊല്ലാൻ പാടില്ല. ഓക്കെ, ഇവരിന്ന് മാറ്റാൻ നിയമമുണ്ട്. തെരുവുനായ്ക്കളെ ഷെൽട്ടറാക്കാം, അല്ലെങ്കിൽ പാർക്കുകളിലാക്കാം. ഡോഗ് പാർക്കുകൾ, വിദേശ രാജ്യങ്ങളൊക്കെ ഡോഗ് പാർക്കുകളുണ്ട്. നമുക്ക് വേണ്ട വനമേഖലയുണ്ട്. ഈ വനത്തിൽ കൊണ്ടുപോയി തെരുവുനായ്ക്കളെ കൊണ്ടുപോയി നമുക്ക് അവിടെ നല്ല രീതിയിൽ പാർക്ക് ഉണ്ടാക്കി അവിടെ സംരക്ഷിക്കാം. അതിനുള്ള സ്പോൺസർമാരെ നമുക്ക് കണ്ടെത്താൻ പറ്റും. സർക്കാരിൻ്റെ പൈസ ഒന്നും വേണ്ട അതിന്. നിരവധി ആളുകൾ സ്പോൺസർ ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ ആ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് സർക്കാർ അടിയന്തരമായി സർവകക്ഷി യോഗം വിളിച്ചതിനൊരു പരിഹാരം കാണണം. ഇപ്പോൾ നാളെ ഞങ്ങൾ ഇതിന് ഒരു തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഞങ്ങളൊരു വിമോചന സമരത്തിലേക്ക് പോവുകയാണ്. അതിനാദ്യമായിട്ട് ഞങ്ങൾ പ്രാർത്ഥന നമ്മൾ നടത്താൻ പോണത്. എല്ലാവരും പ്രാർത്ഥിക്കുകയാണ്. മുഖ്യമന്ത്രിയോട് എല്ലാവരും, എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരോടും പ്രാർത്ഥിക്കുകയാണ്. എന്താണ് പ്രാർത്ഥന? ഞങ്ങളെ രക്ഷിക്കണം, ജനങ്ങളെ രക്ഷിക്കണം. തെരുവുനായ്ക്കളെ ഇവിടുന്ന് മാറ്റണം. തെരുവുനായ്ക്കളെയും വന്യമൃഗങ്ങളെയും അതിനുള്ള സംവിധാനം കണ്ടെത്തണം. അതിന് വേണ്ട എന്താ പറയുക, ഒരു സർവകക്ഷി യോഗം വിളിച്ചിട്ട് പരിഹാരം കണ്ടെത്തണം അടിയന്തരമായി. ഇതാണ് ഞങ്ങളുടെ പ്രാർത്ഥന. ഈ പ്രാർത്ഥനയിൽ നിങ്ങളെല്ലാവരെയും വളരെ ആത്മാർത്ഥമായി സഹകരണം വേണം. മീഡിയ ഉണ്ടെങ്കിൽ മാത്രമേ എന്തിനും ഒരു എന്താ പറയുക, ഒരു ഉണർവും അതിനൊരു പരിഹാരം കാണുകയുള്ളൂ. നിങ്ങളാണ് ഈ ശക്തി. ഞങ്ങളൊക്കെ എന്തെങ്കിലും പറയാമെന്നല്ലാണ്ട് ഞങ്ങൾക്ക് ശക്തിയില്ല. നിങ്ങളുടെ ശക്തി നിങ്ങൾ ഉപയോഗിക്കണം. ഈ രംഗത്ത് രാഷ്ട്രീയം നോക്കില്ല. ദൈവത്തോർത്ത് ഇതിന് രാഷ്ട്രീയം വേണ്ട. എല്ലാ രാഷ്ട്രീയക്കാരും ഒരുമിപ്പിക്കണം. അതാണ് നമ്മൾ പറയണത്. ഇവിടെ എല്ലാ രാഷ്ട്രീയക്കാരും ഒരുമിക്കട്ടെ ഈ കാര്യത്തിൽ. അപ്പോൾ സർവകക്ഷി യോഗം വിളിക്കുമ്പോൾ എല്ലാവരും ഒരുമിക്കും. അതാണ് മെയിൻ ആവശ്യം. ഞങ്ങൾക്ക് എടുത്തു പറയാനായിട്ടുള്ളത്, നമ്മൾ നോക്കിയ ഈ വർഷം തന്നെ കഴിഞ്ഞ വർഷം 3,17,000 അത്രയും പേരെയാണ് പട്ടികൾ കടിച്ചിരിക്കുന്നത്. ഈ പട്ടി കടിച്ചാലുണ്ടാവുന്ന ആ ഒരു ഭവിഷ്യത്തെ ചിന്തിച്ച് നോക്കിയാൽ, നമ്മളൊരു പട്ടി കടിച്ചു വരികയും നമുക്ക് കിടന്ന് ഉറങ്ങാൻ പറ്റുമോ? ഒരു കാരണവശാലും ഉറങ്ങാൻ പറ്റില്ല.
പേ പിടിച്ച് എപ്പോഴും മരിക്കണം എന്നുള്ള അവസ്ഥ. അത്രയ്ക്കും ഭയാനകമാണ് നമ്മുടെ ഈ ഒരു തെരുവുനായ കടിച്ചു കഴിഞ്ഞാൽ. തെരുവുനായ കടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിന് നമ്മുടെ ശരീരത്തിൽ മുറിവുണ്ടെങ്കിൽ ഡോക്ടർമാർ പറയുന്നത് നമ്മുടെ ശരീരത്തിൽ മുറിവുണ്ടെങ്കിൽ ഈ തെരുവുനായ നമ്മുടെ അടുത്തുകൂടെ പോയി മുട്ടുമ്പോൾ അതിൻ്റെ ശരീരത്തിലെ വായിൽ സലൈവയോ അല്ലെങ്കിൽ ദ്രാവകമോ നമ്മുടെ ശരീരത്തിൽ കൊണ്ടാൽ മതി, നമുക്ക് പ്രശ്നമാണ്. അത്ര ഗൗരവമാണ് അതിൻ്റെ ഈ പേവിഷ സംഭവങ്ങൾ. അപ്പോൾ അതിനെതിരെ എല്ലാവരും വെറും നിസ്സാരമായിട്ട് കൊണ്ടു നടക്കാണ്. ഇപ്പോൾ തന്നെ ആ ഒരു കൊച്ചിൻ്റെ മരണം എന്ന് ആലോചിച്ച് നോക്കിയാൽ എന്തൊരു ഭയാനകമാണ്. 2 കുട്ടികൾ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് മരണപ്പെട്ടു, 2 മാലാ കുഞ്ഞുങ്ങൾ. മറ്റുള്ള ജീവിതമൊക്കെ എന്തോരം അവരുടെ കുടുംബം എന്തോരം സഹിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ശക്തമായിട്ട് ഇതിന് മുന്നേറണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. അതായത് നാളത്തെ പരിപാടിയിൽ പങ്കെടുക്കുന്ന ഈ തെരുവുനായകളുടെ കടി കൊണ്ടവർക്ക് ഞങ്ങൾ 1000 രൂപ വെച്ച് പാവപ്പെട്ട BPL വിഭാഗർക്ക് 1000 രൂപ വെച്ച് അവർക്ക് TA കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് NPT എഴുതിയിട്ടുണ്ട്. പങ്കെടുക്കുന്ന BPL വിഭാഗത്തിൽപ്പെട്ട തെരുവുനായ വന്യമൃഗ ആക്രമണ ഇരയായവർക്ക് 1000 രൂപ യാത്ര ചെലവിലേക്ക് നൽകുന്നതാണ്. പേവിഷബാധ എന്ന് പറയുന്നത് ക്യാൻസറിനേക്കാൾ മാരകമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ യാതൊരു മരുന്നും ഫലിക്കുകയില്ല. അതുപോലെ തന്നെ എയ്ഡ്സിനേക്കാൾ മാരകമാണ്. ഇതിനൊക്കെ കുറച്ച് നാളെങ്കിലും നമ്മൾ ജീവിച്ചിരിക്കും. ഇത് പേവിഷബാധ ബാധിച്ചു കഴിഞ്ഞാൽ ഒരു 14 ദിവസത്തിൽ കൂടുതൽ നമുക്ക് ജീവിച്ചിരിക്കാൻ പോലും പറ്റില്ല എന്ന് മാത്രമല്ല മരണം വളരെ മൃഗീയമാണ്. അത് കണ്ടിട്ടുള്ളവർക്കേ അതറിയാവൂ. ഞാനൊരു കുട്ടിയുടെ മരണം കണ്ടതാണ്. അത് അസൽ പേപ്പട്ടി എങ്ങനെയാണോ നാക്ക് നീട്ടി കുരയ്ക്കുന്നത് അതുപോലെ കുരച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇതിനിടയ്ക്ക് 1 മിനിറ്റ് എപ്പോഴെങ്കിലും ബ്രെയിനിൽ ഒരു സ്പാർക്ക് വരുമ്പം അതിൻ്റെ അമ്മയടുത്ത് പറയും, അമ്മയെ മാറിപ്പോക്കോ, ഞാൻ ചിലപ്പോൾ അറിയാതെ കടിക്കും. കുഞ്ഞു പറയുകയാണ്. അത്രയ്ക്ക് എന്ന് വെച്ചാൽ ഒരു സെക്കൻഡിൽ ചിലപ്പോൾ ഒരു ബ്രെയിനിൽ ഒരു റൈറ്റ് തോട്ട് വരുന്നതാണ്. അത് കഴിഞ്ഞാൽ വീണ്ടും പിന്നെ വൈൽഡായിട്ട് വീണ്ടും പട്ടിയെ പോലെ നിന്ന് കുരയ്ക്കുകയാണ്, കടിക്കാൻ പോവാണ് അമ്മയും അച്ഛനെയൊക്കെ. അപ്പോൾ അത്രയ്ക്ക് ഭീകരമാണ് ഈ സീൻ. ഇത് കേരളത്തിൽ നിർബാധം അനുവദിച്ചു കൊടുത്തിരിക്കുകയാണ്. 3,17,000 പേര് ഒരു വർഷം പട്ടി കടിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒറ്റ ലക്ഷ്യമേ ഉള്ളത് ഒരു കൊമേഴ്സ്യൽ പർപ്പസാണ്. 3,10,000 × 3-4 വാക്സിൻ. അപ്പോൾ ഏതാണ്ട് 10-12 ലക്ഷം വാക്സിൻ കേരളത്തിൽ മാത്രം ചിലവാകണം. ഇതാണ് ഇതിൻ്റെ ലക്ഷ്യം, വേറെ ഒന്നുമില്ല. ഈ പട്ടിയെ നമ്മൾ ഒരു ക്യാമ്പിൽ കൊണ്ടുവന്ന് ഞങ്ങൾ സംരക്ഷിച്ചോളാം എന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല. ഇദ്ദേഹം പറഞ്ഞ പോലെ കൊച്ചൗസേപ്പിലെയും മാവേലിയും ഞങ്ങളെല്ലാം കൂടെ പല പ്രാവശ്യം ശ്രമിച്ചതാണ്. ഞങ്ങളിതിനെ കൊണ്ടുവന്ന് സംരക്ഷിച്ചോളാം എന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കില്ല, ബഹളം വരും. ക്രൂവൽറ്റി അഗൈൻസ്റ്റ് ആനിമൽസ് എന്ന് പറഞ്ഞ ആക്റ്റിൽ വ്യക്തമായി പറയുന്നുണ്ട് നമ്മൾ ABC പ്രോഗ്രാം നടപ്പിലാക്കണം. ABC പ്രോഗ്രാം നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും. പട്ടിയെ വന്ധ്യംകരിച്ച് കഴിഞ്ഞാൽ തിരിച്ച് അതേ സ്ഥലത്ത് കൊണ്ട് വിടണമെന്നാണ് റൂള്. അപ്പോൾ ഞങ്ങളോട് ജഡ്ജിമാരെല്ലാം ചോദിക്കുകയാണ്. ഞങ്ങൾ സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലൊക്കെ പോയപ്പോൾ ജഡ്ജിമാർ ചോദിക്കുക, നിങ്ങൾ ABC പ്രോഗ്രാം കൂടുതൽ നടപ്പിലാക്കൂ, അപ്പോൾ ഈ പട്ടികളെല്ലാം നശിച്ചോളുന്നു. എങ്ങനെ നശിക്കാനാണ്? ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ പട്ടിപിടുത്തക്കാരിൽ ഏറ്റവും മിടുക്കനായ ഒരു ബിജു എന്ന് പറഞ്ഞൊരു പയ്യനുണ്ട്, ചോദിച്ചു നോക്കണം. അതായത് നമ്മളൊരു ജംഗ്ഷനിൽ ഒരു പട്ടിയെ പിടിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ 10 പട്ടി അവിടെ നിൽക്കുകയാണെങ്കിൽ ഒരുത്തനെ ഈ വലയിട്ട് നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ ഈ 9 എണ്ണവും അവിടെ നിന്ന് രക്ഷപ്പെടും. പിന്നെ അവനെ പൊടിയിട്ട് നോക്കിയാൽ കിട്ടില്ല. പിന്നെ ആ നായയെ ജീവിതത്തിൽ ഒരിക്കൽ ഒരാൾക്ക് പിടിക്കാനും പറ്റില്ല. കാരണം ഇവന്മാർ ഭയങ്കര ബ്രെയിനാണ് പട്ടിക്ക്, നമ്മളെ കൂട്ടല്ല. അവന് ആള് വരുന്നതിന് മുമ്പേ അവൻ അറിയാം ഇതാ വരുന്നുണ്ടെന്ന്. പിന്നെ അവൻ ആ പ്രദേശത്ത് കാണില്ല, പിന്നെ അവനെ പിടിക്കാൻ നോക്കില്ല. അപ്പോൾ 10 പട്ടി ഉണ്ടെങ്കിൽ ഒരുത്തനെ പിടിക്കും, ബാക്കി 9 എണ്ണവും പെരുകി ഇങ്ങനെ കൂടും, നമ്മളെ കടിക്കും. കടിച്ചാൽ നമ്മൾ 3-4 വാക്സിൻ എടുക്കണം. ഈ വാക്സിൻ എടുക്കുന്നതിന് നമ്മൾ പോയി മെനക്കണം. ഇതിന് പുറമെ ഇത് ചിലപ്പം വാക്സിൻ ഏറ്റില്ലെങ്കിൽ പിന്നെ പറയണ്ട. ഇവിടെ 2 കുട്ടികളുടെ കഥ നിങ്ങൾ കണ്ടല്ലോ. കൊല്ലത്തെ ഒരു കുട്ടിയുടെ, ഇപ്പോൾ നമ്മൾ നാളെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന മലപ്പുറത്തെ ഒരു കുട്ടിയുടെ പിതാവാണ്, ഇതേപോലെ മരിച്ച ഒരു കുട്ടിയുടെ പിതാവാണ്. ഈ ക്രൂരമായ ഇതിന് സർക്കാർ നിന്നു കൊടുക്കുന്നത് എന്തിനാണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. പക്ഷെ പേപ്പട്ടിയുടെ കാര്യത്തിന് ആരും പോകുന്നില്ല. അതെന്തുകൊണ്ടാണ്? ഞങ്ങൾ പോയ ആളാണ്, ഞങ്ങൾക്ക് അനുഭവമുണ്ട്. ഞാനിവിടെ ജസ്റ്റിസ് ബാലകൃഷ്ണൻ, അദ്ദേഹം സുപ്രീം കോടതി റിട്ടയറായി കഴിഞ്ഞ ഉടനെ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാനായി. അപ്പോൾ ഇവിടെ തിരുവനന്തപുരത്ത് സിറ്റിംഗ് വെച്ച് എല്ലാ വിഷയങ്ങളും അവർ അപ്പോൾ പരിഹരിക്കുകയാണ്. ഞങ്ങൾ ഈ വിഷയം ഫ്രാറ്റിൻ്റെ നേതൃത്വത്തിൽ, ഫെഡറേഷൻ ഓഫ് പ്രസിഡൻസിയുടെ നേതൃത്വത്തിൽ കൊണ്ട് കൊടുത്തത്. അദ്ദേഹം വായിച്ചു നോക്കിയിട്ട് ഉടനെ ക്ലിയർ ചെയ്യാം. അപ്പോഴേ ഒരു ജഡ്ജി വന്ന് ചെവി വേറെന്തോ പറയുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു കാര്യം ചെയ്യും, ഉച്ചയ്ക്ക് ശേഷം ആവട്ടെ, ഇത് മാറ്റി. ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ കാത്തിരുന്നു. 3 മണിയായപ്പം അദ്ദേഹം പറയുകയാണ് ഇതിപ്പോൾ പറ്റില്ല, ഞങ്ങൾ ഡൽഹി പോയിട്ട് ഇതിന് തീരുമാനം എടുക്കാം. ഡൽഹി പോയിട്ട് വന്ന തീരുമാനം എന്താ? ABC നടപ്പിലാക്കാനാണ്, ഇതിൻ്റെയൊക്കെ ബർത്ത് കൺട്രോള് നടപ്പിലാക്കാനാണ് പറയുന്നത്. ഇത് എന്നിട്ട് ഞങ്ങൾ അപ്പിയർ ഇൻ പേഴ്സണായിട്ട് ഞാൻ പോയി ചിറ്റിലപ്പള്ളി പിന്നെ ഒരു വക്കീലിനെ വെച്ച് സുപ്രീം കോടതി പോയി.
സുപ്രീം കോടതിയിൽ ചിറ്റിലപ്പള്ളി വെച്ച വക്കീലിനേക്കാൾ പ്രഗത്ഭനായ വക്കീലാണ് പട്ടിക്ക് വേണ്ടി ഹാജരാകുന്നത്. കപിൽ സിബലിനെ പോലെയൊക്കെയുള്ള പ്രഗത്ഭനായ വക്കീൽ പട്ടിക്ക് വേണ്ടി ഹാജരാകുകയാണ്. മനുഷ്യന് വേണ്ടി ഞങ്ങൾ 2-3 നിസ്സഹായരും. എന്താണ് ഈ നാട്ടിൽ നടക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ചു. ഈ വന്യജീവി അതുപോലെ തന്നെയാണ് പ്രശ്നങ്ങൾ. ഇത്രയും ക്രൂരമായ ഒരു സിറ്റുവേഷൻ നടക്കുമ്പോൾ നിങ്ങൾ പത്രക്കാർ ഇതിനെക്കുറിച്ച് ധാരാളം എഴുതുകയെങ്കിലും ചെയ്തുകൊണ്ട് ജനങ്ങളെ ഇതിനൊരു കോഷൻ വരുത്തണം. നമ്മൾ പട്ടിയെ ഓരോ വീട്ടിലും ഞാൻ കണ്ടിട്ടുണ്ട്. പട്ടിയെ ഒരു ചെറിയ കൂട്ടിനകത്തിട്ട് അവർ സംരക്ഷിക്കും. പക്ഷേ വിശാലമായൊരു കൂട്ടിനകത്തിട്ട് നമ്മുടെ സർക്കാർ സംരക്ഷിക്കാന്ന് പറഞ്ഞാൽ, പഞ്ചായത്ത് സംരക്ഷിക്കാന്ന് പറഞ്ഞാൽ ഈ മൃഗസ്നേഹികൾ സമ്മതിക്കില്ല. ഞാൻ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തതിൻ്റെ താഴെ ഒരു സ്ത്രീ ഓൺ ദ സ്പോട്ട് ആ വീഡിയോ റിലീസ് ചെയ്ത് 5 മിനിറ്റിനകം നോ മോർ ടോക്സ്, നോ മോർ ഡിസ്കഷൻസ്, കീപ് ക്വയറ്റ്. ഒരു ലേഡിയാണ്, ഒട്ടും തന്നെ 5 മിനിറ്റ് എടുത്തില്ല. അപ്പോൾ ഇവർ റെഡി ആയിരിക്കുകയാണ് എൻ്റെ മെസ്സേജ് കൊടുക്കാൻ. ഇത് തീർന്നു. അപ്പോൾ ഇത് വലിയൊരു വിപത്താണ്, നമുക്ക് എല്ലാവർക്കും ചേർന്ന് നേരിടേണ്ടതാണ്. അതുകൊണ്ട് നാളെ സെക്രട്ടേറിയറ്റ് നടയിൽ ഞങ്ങൾ നടത്തുന്ന ഈ പരിപാടിയിൽ നിങ്ങൾ മാക്സിമം കവറേജ് തരണം. അതുപോലെ തന്നെ ഇതിന് വളരെ ഒരു ജനങ്ങളുടെ മനസ്സിൽ കൊള്ളുന്ന വിധത്തിൽ, എല്ലാവരെയും ചിന്തിപ്പിക്കുന്ന വിധത്തിൽ ഒരു വിഷയമാക്കി നിങ്ങൾ എല്ലാവരും അവതരിപ്പിക്കണം. താങ്ക് യു. വാഗമൺ സ്പൈസസ്. വാഗമണിലെ എല്ലാ ഒറിജിനൽ പ്രോഡക്ട്സും തിരുവനന്തപുരത്ത് ഒരു കുടക്കീഴിൽ ജ്യോതിപുരം ഫുഡ് സേഫ്റ്റി ഓഫീസിന്റെ മുൻവശത്ത്. കശുവണ്ടി, കുരുമുളക്, ഗ്രാമ്പു, ഏലക്ക, പട്ട, കാഷ്യൂനട്ട്, നട്ട്സ്, ആൽമണ്ട് എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ്. ഞങ്ങളുടെ സഹോദര സ്ഥാപനം വാഗമൺ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് ഡ്രിങ്ക്സ് വാഗമണിൽ ചോറ്റുപാറയിലും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. വാഗമണ്ണിൽ തുടങ്ങിയ വാഗമൺ സ്പൈസസിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു.